ണ്ടിരിക്കുന്നതിൽ എത്ര പേരുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴും ഈ അവഗണനയുണ്ട്. ബാക്കി വെളുത്തിട്ടിരിക്കുന്നവന്മാർക്കൊക്കെ നമ്മളെ കാണുമ്പോഴത്തേക്ക് എന്തോ ഭയങ്കര അസൂയയും കാര്യങ്ങളൊക്കെയാണ്. ഓരോരുത്തന്മാർ വന്ന് ഇൻസ്റ്റാഗ്രാമിൽ എന്തൊക്കെ കമൻറ്റ് ഇട്ടേക്കണേന്ന് അറിയാമോ? ഇവനും പെണ്ണ് കിട്ടി, അപ്പോൾ നമുക്ക് നാളെ പെണ്ണ് കിട്ടും. എന്തൊക്കെയാണ് പറയണത്? കുറേയൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് വിഷമം. എന്തുമാത്രം ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലേ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിഷമം. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം തൊട്ട് കേൾക്കാൻ തുടങ്ങിയത് ഈ നിറത്തിനെ കുറിച്ചുള്ള ഒരു അവഗണന, മനസ്സിലായ? അങ്ങനെ ഒരു സാധനമുണ്ട്. പണ്ട് സ്കൂളിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പം തൊട്ട് ഇത് കേൾക്കാൻ തുടങ്ങിയതാണ്, ഈ കറുത്തവർക്ക് നേരെയുള്ള ഒരു അവഗണന. ഇനിയെങ്കിലും ഇതൊക്കെ മാറണോടാ, ഇനിയെങ്കിലും ഇതൊക്കെ മാറണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരാൾ കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ, ഒരാൾക്ക് വണ്ണം ഉണ്ടോ അല്ലെങ്കിൽ അയാൾ മെല്ലിട്ടാണോ, ചിലവരുടെ ശരീര പ്രകൃതി അതായിരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ ചിലവരുടെ കളർ അതായിരിക്കും. എടാ ജെനറ്റിക് അല്ലേടാ മുത്തേ, ജെനറ്റിക്. നമുക്ക് ഈ നിറം തരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ GTA RP കളിക്കുന്ന കണക്ക് നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്ത് GTA എനിക്ക് അതുകൊണ്ടാണ് ഞാൻ RP കളിക്കുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനത്തെ ഇതൊക്കെ എടുത്തത്, മനസ്സിലായ? വെളുത്തിട്ട് ഇത്ര ഇത് മുടിയൊക്കെ നീട്ടി വളർത്തിയ ആഗ്രഹങ്ങളൊക്കെ നടക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് മുത്തേ എനിക്ക് നിങ്ങളടുത്ത് ഒരു കാര്യം പറയുള്ളൂ, നിങ്ങളെ സ്കൂളിൽ പഠിക്കണതോ അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ പഠിക്കണതോ കറുത്തിട്ടൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരൊന്നും കളിയാക്കാതിരിക്കണം. അവരൊന്നും ഒരു കാരണവശാലും കളിയാക്കല്ലേ.